വെൽക്കം ബാക്ക് ടു എവറസിറ്റി മൊബൈൽ ട്രേഡിംഗ് ബർത്ത് ബൈ. നമ്മൾ ഐഫോൺ 16 പ്രോയും പ്രോ മാക്സ് ഒക്കെ ഇറങ്ങിയിട്ട് ഒരുപാട് ആളുകൾ വില കുറഞ്ഞിട്ട് വാങ്ങാന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്ക് ബെസ്റ്റ് റേറ്റിലുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇടാൻ പോകുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണാം. കാരണം നിങ്ങൾക്ക് ഏതാണോ വില വേണ്ടത് അത് മുഴുവനായിട്ടും കാണാം. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് പോയിട്ട് ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കമന്റ് ഒരു സ്മൈലാണെങ്കിൽ പോലും നിങ്ങൾ ഇട്ടിരുന്നേക്കാം. ഞങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ കൂടുതൽ പറഞ്ഞ് ലാഗ് ചെയ്തില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വന്നോളൂ. ഐഫോൺ 16 റേറ്റ് ആണ് എല്ലാവരും കാത്തിരിക്കുന്നത്. നമ്മൾ ബാക്കി റേറ്റും കാര്യങ്ങളൊക്കെ പിന്നിലുണ്ട്. ജസ്റ്റ് പറഞ്ഞിട്ട് പോവാം. ഐഫോൺ 13 വില കുറഞ്ഞിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫോണാണ്. ഐഫോൺ 13 ആരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് റേറ്റ് തരാം 1900 1900 തരാം. അതിന്റെ കൂടെ തന്നെ ചെറിയ മോഡൽ പറഞ്ഞ പോലെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാം. അതിന്റെ കൂടെ തന്നെ ഐഫോൺ 14 പ്ലസ് ആർക്കാൻ വേണമെങ്കിൽ ബെസ്റ്റ് റേറ്റ് തരാം 2250 128GB തരാം. അതിന്റെ കൂടെ തന്നെ ഐഫോൺ 15 ആർക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് റേറ്റ് ഐഫോൺ 15 2500 തരാം. ഇതന്നെ ഐഫോൺ 15 128GB. നിങ്ങൾക്ക് 15 പ്ലസ് ആണ് വേണ്ടതെങ്കിൽ നല്ല ബെസ്റ്റ് റേറ്റ് തരാം 2850 തരാം. ഓക്കെ, ഐഫോൺ 15 റേറ്റ് ആണ്. ഐഫോൺ 15 പ്രോ ആണ് വേണമെങ്കിൽ ഐഫോൺ 15 പ്രോ നിങ്ങൾക്ക് ബെസ്റ്റ് റേറ്റ് 128GB ആണെങ്കിൽ 3400 ദിർഹംസ് തരാം. അതല്ല അത് 256GB ആണ് വേണ്ടെങ്കിൽ 3825 ദിർഹംസ് തരാം. വില മേലോട്ടാണ് പോകുന്നത്. കാരണം ഐഫോൺ 15 പ്രോന്റെ 15 പ്രോ മാക്സിന്റെയും പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തിട്ടാണുള്ളത്. ഇനി മാർക്കറ്റിലൊക്കെ നിങ്ങൾക്ക് കളേഴ്സ് ഒക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ സാധനത്തിന്റെ റേറ്റ് മേലോട്ട് പോകും. കാരണം സാധനം ഇപ്പോൾ സ്റ്റോപ്പായ സാധനം മാർക്കറ്റിൽ ഡിമാൻഡ് ആവും. ഡിമാൻഡ് ആയതിന്റെ കാര്യത്തിൽ മേലോട്ടാണ് വില പോകുന്നത്. ഇനി ആർക്കെങ്കിലും 15 പ്രോ മാക്സ് വേണമെങ്കിൽ പെട്ടെന്ന് എടുത്തോളൂ. കാരണം ഇന്ന് പറഞ്ഞ റേറ്റ് ആയിരിക്കും നാളെ ഉണ്ടാവും, മേലോട്ടേ കൂടും. കുറയുമെന്ന് ചോദിച്ചാലും കാത്തു നിൽക്കേണ്ട. കാരണം 16 ഇറങ്ങിയാൽ എല്ലാവരും ചിന്തിക്കുന്നത് കുറയുമെന്നാണ്. പക്ഷെ ഒരിക്കലും കുറയൂല, കൂടുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആരും വെയിറ്റ് ചെയ്യേണ്ട, വേണ്ട ആൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ. ഓക്കെ, ഇനി 15 പ്രോ മാക്സിലേക്കാണ് പോകുന്നതാണെങ്കിൽ 15 പ്രോ മാക്സ് നിങ്ങൾക്ക് 256GB കൊടുക്കുന്നത് 4175 ദിർഹംസിനാണ്. ഓക്കെ, ഇനി നേരെ നമുക്ക് 16ലേക്ക് പോവാം. 16 പോകുന്ന മുന്നേ ജസ്റ്റ് രണ്ടെണ്ണത്തിന്റെ വില പറയാം. നമ്മൾ സാംസങ്ങിന്റെ, കാരണം അതിന്റെ കൂടെ സാംസങ്ങിന്റെ ഫാമിലി ഒരുപാട് ഉള്ളതാണ്, അവർക്കും വേണ്ടിയിട്ടാണ്. സാംസങ് S23 അൾട്ര നിങ്ങൾക്ക് 256GB TDR സ്റ്റോക്ക് കൊടുക്കുന്നത് 2500 ദിർഹംസാണ്. 1 ഇയർ വാറന്റി TDR സ്റ്റോക്കാണ് കൊടുക്കുന്നത്. അതിന് S24 അൾട്രയിലേക്ക് വരാണെങ്കിൽ 3050 ദിർഹംസ് 256GB TDR സ്റ്റോക്ക് കൊടുക്കുന്നത് 3050-നാണ്. 256GB ആണെങ്കിൽ 3600-ആണ്. അതിൽ നിങ്ങൾക്ക് 1TB വേണമെങ്കിൽ 4200 ദിർഹംസ് കൊടുക്കും. ഇനി നമുക്ക് നേരെ എന്താ 16ലേക്ക് പോകാം. വീഡിയോ ലോങ് ആക്കുന്നില്ല, പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപോകാൻ വേണ്ടിയാണ്. ആർക്കും മനസ്സിലാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അറിയാൻ സാധിക്കും. അതിന്റെ കൂടുതൽ എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിൽ ഏത് തന്നെ ബ്രാൻഡഡ് ഫോൺ ഉണ്ടെങ്കിലും അത് നിങ്ങൾ കണ്ടീഷൻ ഓക്കെയാണ്. നിങ്ങൾ ഏതെങ്കിലും ഡാമേജ് ആയെന്ന് കൊണ്ടുവരുന്നത്. കാരണം എനിക്ക് അത് റീസെയിൽ ചെയ്യണം. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കാണാൻ സാധിക്കും. അതിന് നേരെ പിന്നീട് കാണിച്ചോ. ഇതൊക്കെ ഞങ്ങൾ കസ്റ്റമറാണ് കൂടുതൽ കൊണ്ടുവന്ന സ്റ്റോക്കാണ്. ഇതൊക്കെ കസ്റ്റമർ കയ്യിൽ എക്സ്ചേഞ്ച് ആയിട്ട് പുതിയത് കൊടുക്കും. ഇനി അതെല്ലാം ചില ആളുകൾക്ക് യൂസർ വേണ്ടാക്കി യൂസർ റീസെയിൽ ഞങ്ങൾ ഇവിടെ ഉള്ളതാണ്. അത് വേറെ കസ്റ്റമർ കൊടുക്കേണ്ടതാണ്. ഞങ്ങളെ വിശ്വസിച്ച് വരുന്ന ആളുകൾക്ക് അത് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ കണ്ടീഷൻ ഓക്കെ, നിങ്ങൾക്ക് ഏത് തന്നെ ഫോൺ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ ബെസ്റ്റ് റേറ്റ് നിങ്ങൾ എവിടെ അന്വേഷിച്ചതിന് ശേഷം ഞങ്ങൾ സ്ഥാപനത്തിൽ വന്നോളൂ. നിങ്ങൾക്ക് എവിടെ തന്നെ UAE എവിടെ കിട്ടുന്ന ബെസ്റ്റ് റേറ്റ് ഞാൻ സാധനം നിങ്ങൾക്ക് നല്ല റേറ്റ് നിങ്ങളെ കയ്യിൽ ഞാൻ വാങ്ങും. കാരണം എനിക്ക് അത് വാങ്ങാൻ ആളുണ്ട്, എനിക്ക് നല്ല സാധനമാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ വാങ്ങാൻ ആളുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബ്രാൻഡഡ് ആയ ഫോൺ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ നല്ല റേറ്റിന് എക്സ്ചേഞ്ച് നിങ്ങൾക്ക് പുതിയത് വാങ്ങാം. അതല്ല നിങ്ങൾക്ക് സെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് നേരെ 16ലേക്ക് പോവാം. 16ലേക്ക് പോകാണെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ നല്ല അടിപൊളി കളേഴ്സ് ആണ് ഇത്തവണ വന്നിരിക്കുന്നത്. നമ്മുടെ 16 ആപ്പിൾ സ്റ്റോറിലൊക്കെ ഇറങ്ങിയ റേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും. 3299 ഇറങ്ങിയത്. അതായത് 3300 ദിർഹംസിന് ഇറങ്ങിയ സാധനം ഞങ്ങളുടെ സ്ഥാപനത്തിൽ കൊടുക്കുന്നത് 2999, അതായത് 3000 ദിർഹംസിനാണ് 128GB കൊടുക്കുന്നത്. അതിന്റെ പോലെ തന്നെ നിങ്ങൾക്ക് പ്ലസ്, ഇതിനെ കൂടുതൽ പ്ലസ് ഉണ്ട്. പ്ലസ് നല്ല റേറ്റിനാണ് കൊടുക്കുന്നത്. പ്ലസ് നിങ്ങൾക്ക് നല്ല റേറ്റിനാണ് തരാം. 16 പ്രോ പ്ലസ് കൊടുക്കുന്നത് 3600 ദിർഹംസിനാണ്. വെറും 3600 ദിർഹംസിന് 16 പ്ലസ് 128GB കൊടുക്കുന്നുണ്ട്. അതൊന്നും തന്നെ നിങ്ങൾക്ക് പ്രോയിലേക്കാണ് പോകണമെങ്കിൽ പ്രോ ആപ്പിൾ സ്റ്റോറിൽ കിട്ടുന്ന റേറ്റ് 4290 ദിർഹംസാണ്. അതിലും 200 ദിർഹംസ് കുറച്ചിട്ട് ഈ കാണുന്ന നിങ്ങൾക്ക് 128GB 4100 ദിർഹംസ് കുറച്ചിട്ട് 4100 ദിർഹംസ് തരും. ഇനി ഡബിൾ സിം ഉണ്ട്. ഒരു സിം അല്ല, ഡബിൾ സിം HK സ്പെക്കാണ്. ഡബിൾ സിമ്മുള്ള സാധനം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഇനി 256GB കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4700 ദിർഹംസാണ് ആപ്പിൾ സ്റ്റോർ. അതിനെക്കാട്ടും 300 ദിർഹംസ് കുറച്ചിട്ട് 4400 ദിർഹംസ്. വെറും 4000 ആപ്പിൾ സ്റ്റോറിനേക്കാളും ഒഫീഷ്യൽ റേറ്റിനേക്കാളും കുറച്ചിട്ടാണ് നിങ്ങൾക്ക് വെറും നമ്മുടെ ഫോൺ ഇറങ്ങിയിട്ട് 5 ദിവസം കൊണ്ടാണ് നിങ്ങൾക്ക് വില കുറച്ച് തരുന്നത്. 4400 ദിർഹംസ് നിങ്ങൾക്ക് 256GB തരും. ഇനി അതും തന്നെ നിങ്ങൾക്ക് ബിഗ് സ്ക്രീൻ, അതായത് നമ്മുടെ ഐഫോൺ 16 പ്രോ മാക്സ് ആണ് വേണ്ടതാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ്, പ്രത്യേകം സ്റ്റാർട്ടിംഗ് വരുന്നത്
ഡിസേർട്ട് കളറിന് 100-200 ദിർഹംസ് കൂടുതലുണ്ട്. എന്നാലും ബാക്കി കളേഴ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് 5300 പ്രോ മാക്സ് സ്റ്റാർട്ടിംഗ് പ്രൈസ് നിങ്ങൾക്ക് തരും. അതിലേക്ക് ഡിസേർട്ട് വേണമെങ്കിൽ 5500 ദിർഹംസിന് അതും തരുന്നതായിരിക്കും. മാർക്കറ്റിലൊക്കെ നല്ല ഡിമാൻഡാണ്. നിങ്ങൾ പല ആൾക്ക് അറിയുന്ന കാര്യമാണ്. 5800-6000 ദിർഹംസിനൊക്കെയാണ് മാർക്കറ്റിൽ കിട്ടുന്നത്. 1 മാസം 2 മാസം വരെ എല്ലാ കാലത്തും ഫോൺ ഇറങ്ങുമ്പോൾ വില കൂടിയിട്ടാണ് കൊടുക്കുന്നത്. ഞങ്ങൾ അതിലും കുറച്ചിട്ടാണ് പല മോഡലും ഈ മാക്സ് ഒഴികെ പല മോഡൽ നിങ്ങൾക്ക് പറയുന്നതൊക്കെ മാർക്കറ്റിന് അങ്ങനെ കുറച്ചിട്ടാണ്. അതെന്നാൽ നിങ്ങൾക്ക് 60 പ്രോന്റെ 512 കൂടി സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 512 നല്ല റേറ്റ് നിങ്ങൾക്ക് തരും. 512 ഡബിൾ സിം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 5500 ദിർഹംസിനാണ്. വെറും 5500 ദിർഹംസിന് നിങ്ങൾക്ക് ഡബിൾ സിം തരാം. ഇനി അതിൽ നിങ്ങൾക്ക് TR തന്നെ വേണമെന്നുണ്ടെങ്കിൽ 5600. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സ്പെക്ക് വേണമെങ്കിൽ TR ആണെങ്കിൽ TR ഉണ്ട്, SK ആണെങ്കിൽ SK ഉണ്ട്, ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ ഉണ്ട്, അതല്ലെങ്കിൽ UK ആണെങ്കിൽ UK ഉണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജപ്പാൻ ആണെങ്കിൽ ജപ്പാനിന്റെ എല്ലാ സ്പെക്ക് അവൈലബിൾ ആണ്. സ്പെക്ക് മാറും, അതായത് കൺട്രി മാറുന്ന സമയത്ത് 100-200 ദിർഹംസിന്റെ വ്യത്യാസം വരും. ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. ആ രീതിയിലാണ് ഇപ്പൊ വില പറഞ്ഞതൊക്കെ. നമുക്ക് ഏതാണ് നിങ്ങൾക്ക് മികച്ച റേറ്റിൽ തരാൻ പറ്റുന്ന ആ റേറ്റാണ് പറഞ്ഞത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇതിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ചോദിക്കാം. അപ്പോൾ വീഡിയോ നമ്മൾ ലോങ് ആക്കുന്നില്ല. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. 16ന്റെ വീഡിയോ ആരും വില പറഞ്ഞിട്ട് ഇതുവരെ ഇട്ടിട്ടില്ല. ഞങ്ങൾ കറക്റ്റായിട്ട് ഇപ്പോഴത്തെ ഒരു എന്താണ് ഓപ്ഷൻ, കാരണം ഒരു ലെവലാണ് താഴെയും ചെയ്യാം പൊന്തുകയും ചെയ്യാം. അപ്പൊ ഇപ്പോഴത്തെ ഇന്നത്തെ റേറ്റ് പ്രമാണിച്ചിട്ടുള്ള റേറ്റ് ആണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ നാളെ 100 ദിർഹംസ് കുറയുകയും ചെയ്യാം, ചിലപ്പോൾ 100 ദിർഹംസ് കൂടുകയും ചെയ്യാം. ഇപ്പോഴത്തെ ലെവലിൽ മാത്രമാണ് പറഞ്ഞത്. ആരും വീഡിയോ ഇടാത്തതിന്റെ കാര്യത്തിലാണ്. മാർക്കറ്റിൽ പോയി നമ്മൾ ലെവലിൽ നിന്നിട്ടില്ല. പ്രൈസ് എപ്പോഴും നിങ്ങൾക്ക് അറിയുന്ന മോഹവിലിയാണ്. ഐഫോൺ ഒക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഐഫോൺ ഒരുപാട് കസ്റ്റമർ ഉണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ എന്തായാലും ഒരു അത്യാവശ്യം ഞങ്ങളുടെ ഈ സ്റ്റോക്ക് ഒക്കെ ഇപ്പൊ പറഞ്ഞ റേറ്റ് നമ്മൾ കൊടുക്കും. വേറെ സ്റ്റോക്ക് വരികയാണെങ്കിൽ കുറഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞിട്ട് തരും. അതല്ല കൂടുകയാണെങ്കിൽ ചിലപ്പോൾ കൂടിയും തരേണ്ടി വരും. കാരണം വെച്ചാൽ മാർക്കറ്റ് ലെവൽ അങ്ങനെയാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും പറയേണ്ടത് ഓപ്പൺ ആയിട്ട് പറയണം തോന്നി, അതുകൊണ്ടാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇത്തരത്തിൽ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും